Central Home Minister flies down to Bangalore for a bloodless coup by Susan Joseph Pandala. എന്നാ പറ്റി? ഒലക്ക ചക്ക. അതെ, ഇതിന് എന്നാ വില എന്നറിയാമോ കൊച്ചിന്? അറിയാം. 1 rupee 25 paise. അങ്ങനെ 1.25 ഉലുവ മുടക്കി പത്രം വാങ്ങിക്കുന്നവരോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനല്ല, ഉത്തരം പറയാനാ നിനക്കൊക്കെ ശമ്പളം. കണ്ടില്ലേ, കേന്ദ്രമന്ത്രി KJ നായർ ബാംഗ്ലൂരിൽ വന്ന് 3 ദിവസമായി രാപ്പാർക്കുന്നെങ്കിൽ അത് ബ്ലഡ്ലെസ് കൂവിനാണോ അതോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൂക്ക് ചിത്താനാണോ എന്നൊക്കെ നല്ല കൃത്യമായിട്ട് നിരീക്ഷിച്ച് അന്വേഷിച്ചെഴുതണം. അതാണ് ഒബ്ജക്റ്റീവ് ന്യൂസ് റിപ്പോർട്ടിംഗ്. കേട്ടല്ലോ? കേട്ടു. കേൾക്കണം. എന്നാ പിടിച്ചോ. ഗോ ഗെറ്റ് മീ ഫാക്ട്സ്. അതെ സൂസന്ന, ഹൗ ഈസ് രവി? Who is asking? Chief Editor Joseph Pandala? അതോ എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് കുട്ടിച്ചായനോ? നിന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് കുട്ടി. രവി ഈസ് ഫൈൻ പപ്പ. എന്താ വൈകിട്ടൊരു ഡ്രിങ്കിന് ജോയിൻ ചെയ്യാൻ പറയണോ ഞാൻ രവിയോട്? ഒന്ന് കാണണം, സംസാരിക്കണം അവനോട്. ഏയ് ഡോണ്ട് വറി ഓൾഡ് മാൻ. ബൈ. Hi Major Saab. Hi. You? Yeah, Susan Joseph Pandala. But how dare you get inside here, you? ഇങ്ങോട്ടൊരൊറ്റ പത്രക്കാരന്റെ കയറ്റി വിടുന്ന് പറഞ്ഞാണല്ലോ ഞാൻ. പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കയറി? നല്ല പഴം പോലെ കയറി. പെണ്ണൊരുമിട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ബാംഗ്ലൂരിൽ സൂസന്നയുടെ തിണ്ണമെടുക്ക്. പിന്നെ മന്ത്രിക്ക് മേജർ കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ സീരിയസ് ലാപ്സസും. ദാറ്റ് ഡിഡ് ഇറ്റ്. ദാ ഇപ്പൊ കയറി കണ്ടിട്ട് വരുവാ ഞാൻ ഇയാടെ മന്ത്രിയെ. പറയാൻ ആരാ നിന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? Oh God, it hurts. I'm sorry. Sorry, പുല്ല്. അതെ, I'll give you just 1 more month. അപ്പൊ കൃത്യം 3 മാസം ഇയാടെ ജൂനിയർ മാമച്ചന്. അതിന്റെ ഉള്ളിൽ മേജർ രവി മാമൻ അവന്റെ സൂസനയ്ക്കുള്ള മിന്നുപണിയും കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, ബൂം സ്വാഹ. ഒരു കുഞ്ഞ് ഡൈനമൈറ്റ് വാങ്ങിച്ചു വെക്കും ഞാൻ. ദാ ഇതിന്റെ ഉള്ളില്. പോടാ. പിന്നെ പപ്പയോട് പറഞ്ഞു ഞാൻ എന്റെ വയറ്റിൽ ഇയാളുണ്ടെന്ന്. എന്നിട്ട് എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പൊട്ടിച്ചായം പറയുവാ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അപ്പൻ നല്ല ഒന്നാന്തരം ഒരാണാണ്, എന്നെ കെട്ടിക്കോളും, ചെലവിന് തന്നോളും. കൃത്യസമയം നോക്കി വന്നോളും. രസം കൊല്ലി, ഇഡിയറ്റ്. May I come in, sir? Come on, MTV. I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്ങാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈന്യത്തിൽ നിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ? സർ. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെറ്റകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് ഗവർണേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. ദാറ്റ് വാസ് എ സ്കീം, അല്ലേ? യെസ് സർ. അൺബിലീവബിൾ. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ KK വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആന്ധ്രയിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ, അല്ലേ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വാണ്ട് ടു ടേക്ക് ദം ഇൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായി കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നോ രവി. പാർട്ടിയിൽ എന്റെ അത്ര തന്നെ തലയെടുപ്പുള്ള 2 ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ്. ഒരു വിശ്വസ്ത ദൂതന്മഷം ഇന്ന് തന്നെ.
ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് PM നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം. അറസ്റ്റിനും ചോദ്യം ചെയ്യലിനും ഒക്കെ ഉള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തരും തനിക്ക്. സർ, ആ രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫെഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്സ്. How dreadful. And this is only a copy. സർ. സൂര്യവല്ലിയുടെയും മണങ്കാമുടിയുടെയും കുംഭസാരത്തിന്റെ ഒറിജിനൽ ടേപ്പ് തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഭദ്രമായിട്ടല്ലേ? യെസ് സർ. വെൽ, തന്നെ പോലെ സൂക്ഷ്മബുദ്ധിയായ ഒരു ഓഫീസർക്ക് സ്വന്തം രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററെ പോലും കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. സമസ്ത തെരുവുകളും ഒറ്റയടിക്ക് കൈമോശപ്പെടുത്താനും പറ്റില്ല, അല്ലേ രവി? ലുക്ക് രവി, ഐ വാണ്ട് ദാറ്റ് ടേപ്പ്. ഇതിന്റെ ഒറിജിനൽ. അല്ല സർ, അത് നോ. ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവ് ഇനി ബാക്കി ഉണ്ടാവാൻ പാടില്ല, ഒരാളുടെ കയ്യിലും, താനടക്കം. വാട്ട് ഡു യു മീൻ സർ? ഭദ്രപ്പ, സോറി രവി, വിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്ക് കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഈ KJ നായർക്ക്. ഒരു ഊഹം പോലെ പറഞ്ഞില്ലേ താൻ, പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദാ ഈ നിൽക്കുന്ന പാവം കർണാടക ഹോം മിനിസ്റ്റർ ഭദ്രപ്പയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ, മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന്. അതേടോ, ദാറ്റ്സ് മീ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന KJ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ച ആ പ്രബലൻ. ജേക്കബ്, നോ. രവി, ഞാനും ദേ ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകരവന്റെ കഥ കഴിക്കാൻ മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ. ടു ഫിനിഷ് ഹിം ഓഫ്. ലുക്ക് രവി, നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാതി താൻ അർജിസ്ഥിതിക്ക് മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ്. സോ ಇಲ್ಲಿ ನಡೆದಿದ್ದು ಇನ್ಮೇಲೆ ನಡೆಯಬಹುದು. ಎದುವೇ ಯಾರಕ್ಕೂ ತೆರೆಯಕೂಡದು. ವಿ ನೀಡ್ ಯುವರ್ ಹೆಲ್ಪ್. And listen, ചോദ്യം ചെയ്യലിനിടയിൽ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൂര്യവല്ലിയും മണങ്കാമുടിയും ഇന്ന് രാത്രിയിൽ കൊല്ലപ്പെടും. യു വിൽ ഷൂട്ട് ദം ഡൗൺ. ಅವರಿಗೆ ಬದಲಾಗಿ ಬರುವ ಗ್ರೂಪ್ ಡೇ ಆಫ್ಟರ್ ಟುಮಾರೋ ಪಾರ್ಟಿ ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಬರುವ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಅನ್ನು ಕೊಲೆ ಮಾಡ್ತಾರೆ ಆನ್ ಹಿಸ್ ವೇ ಟು ದಿ ಏರ್ಪೋರ್ಟ್. എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും യു വിൽ കീപ് സൈലൻസ്. എടുത്തിട്ട് വാങ്ങണ. So come on, ഒന്നുകിൽ നിനക്ക് ശത്രുവാകാം, ഇല്ലെങ്കിൽ എക്കാലത്തെ വിശ്വാസം. ഇവരുടെ വയറ്റിൽ തന്നെ കുഞ്ഞുണ്ട്, നിന്റെ ജൂനിയർ രവിമാമൻ. നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ വേണ്ടേ? ഇവളെ വേണ്ടേ നിനക്ക്? സുസന, കേന്ദ്ര ആഭ്യന്തരമന്ത്രി KJ നായരെ വധിക്കാൻ ശ്രമിക്കുകയും ഗർഭിണിയായ സ്വന്തം കാമുകിയെ വെടിവെച്ച് കൊല്ല. മോർണിംഗ് സർ. മോർണിംഗ് അനി. Good morning, sir. Morning, sir. Morning, sir. Morning. Sit down, please. Cheers, Mr. Ravi Maman. My apologies to all of you for the delay. Cheers, Mr. Ravi Maman. So, Vengi, you are... Well, do you see me here, Mr. Ravi? Yes, I do. Okay, then. Let us come to our project. Sorry, it'll have to wait. Wait. Yes. Hey, Mr. Nair. What is this?
അല്ല രവി, മിസ്റ്റർ വില്യംസ് ചന്ദ്രേട്ടൻ ഈ തൊലി വെളുത്തവന്മാരോടുള്ള അധമത്വം തീർന്നില്ല ഇപ്പോഴും അല്ലേ? സോറി. ലുക്ക് മിസ്റ്റർ വില്യംസ്, Yes? you are being paid for every fraction of a second you spend here, and not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then Bengi, I have requested for an extension. no, rejected. നാളെ നീ സൈറ്റിലുണ്ടാവണം ഏത് സമയത്തും. And you three, Yes. this will not work. വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് പോലെ ഡോളർ മുളച്ചു പൊന്തുവെന്ന് കണക്കൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് സ്റ്റഡി ഉണ്ടല്ലോ, ഐ വുഡ് കോൾ ഇറ്റ് എ പൈപ്പ് ഡ്രീം. മെരിയാൻ, സർ. go ahead with your payments. Yes, sir. നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം. ബട്ട് നീ സജസ്റ്റ് ചെയ്ത ഫെർട്ടിലൈസ്ഡ് ഷെയർസ് വി ആർ നോട്ട് ബൈയിങ് ദം. ബട്ട് സർ. നോ ചാൻസ്. മിസ്റ്റർ ഹെയ്ൻസ്, Yeah? ചേട്ടൻ ഒരു അല്പം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും ഫോർ ദ ക്ലൗഡ്സ് ടു ക്ലിയർ. Okay. ഏറിയാൽ ഒരു 3 ആഴ്ച. I'll give you the signals by then. Well, boss, but we have a Shit! Stop this, I say! How dare you, Mr. Ravi? How dare you humiliate me like this? How dare you keep me waiting? Will you finish with your chamchas? And that too in the presence of such colored creeps. Shut up, you! Look, Mr. Ravi, I will not tolerate this. Never! I am British. I am a British citizen. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, that you are British. നിന്റെ നിറം, നിന്റെ ഒടുക്കത്തെ ബ്രിട്ടീഷ് പെരുമ. ജാസ്മിൻ, ആ കള്ളെടുത്ത് മാറ്റാൻ അവന്റെ മുമ്പിൽ നിന്ന്. ആ കള്ളെടുത്ത് മാറ്റാൻ പ്ലീസ്. Hey, what is this, Mr. Ravi? For you the meeting is over, Mr. Williams. What? I said the meeting is over for you. മീറ്റിംഗ് മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over forever. You can claim damages. Come on, man. I don't understand you. You don't understand? No, I don't. നിന്റെ മാതൃഭാഷ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക്? മലയാളം. What? Come on. Speak my language. Speak in English, man. Yes, I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, പറയണം. Can you say Ambalappuzha? Ambalappuzha? What is that? പുഴയല്ല സായിപ്പേ, പുഴ. പൂവമ്പഴത്തിന് ഴ. അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താവിന്? What Ambalappuzha? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗ്ഹാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പണി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം, നല്ല വെണ്ണ പോലെ ദഹിക്കണം, ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം. യുവർ പ്രോബ്ലം ഓഫ് അക്യൂട്ട് സെറിബ്രൽ ഇൻഡൈജഷൻ. രവി, പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പന്മാര് ഇവിടെ വന്ന് എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കുമായിപ്പോ വിവരം വിദ്യാഭ്യാസമൊക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഈ ഇടുപ്പടക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ്? ലണ്ടനിലെ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ, അങ്ങനെ രവി മാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ ഇതിലുണ്ട് ഇവന്റെ സജഷൻസ്, സോറി കണ്ടീഷൻസ്. അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം 3/4 വെട്ടിച്ചുരുക്കണം. വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം. അതും പോരാഞ്ഞ് ഇന്ത്യക്കാരന്റെയും കറുത്തവന്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവന്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനിഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം. പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിൽ ഇങ്ങനെ മലയാളിയുടെ അണ്ണാക്കിൽ മണ്ണുവാരി ഇട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. എന്നാ വെച്ചോ. ആൻഡ് മിസ്റ്റർ വില്യംസ്, യുവർ കോൺട്രാക്ട് സ്റ്റാൻഡ്സ് ടെർമിനേറ്റഡ് ഫ്രം ദിസ് വെരി മൊമെന്റ് ഓൺവേർഡ്സ്. യു കൻ ഗോ. You dirty cheat! Stop that! ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി നീ പറഞ്ഞില്ലേ, ചംചാസ്, stupid Indian idiots and colored creeps എന്നൊക്കെ. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കാൻ ഞാൻ. Now better you fly back to London or to hell.
Mr. Nair, please, can I join you for a drink? Well, if you feel so. Thanks a lot.